SNDP ഐക്യം പൊളിഞ്ഞല്ലോ. എങ്ങനെയാണ് പൊളിഞ്ഞത്? SNDP യോഗം പോലെ ഒരു കുടുംബാധിപത്യമുള്ള സംഘടനയല്ല NSS. അതുകൊണ്ട് തന്നെയാണ് സുകുമാരൻ നായരുടെ തീരുമാനത്തെ NSS ഡയറക്ടർ ബോർഡ് ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത്. ഈ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും നടത്തുന്ന ഐക്യശ്രമം NSSന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിനെതിരാണെന്ന വികാരമാണ് പൊതുവെ NSS ഡയറക്ടർ ബോർഡ് യോഗത്തിലും സമുദായ അംഗങ്ങളിലും ഉയർന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു എഫക്റ്റാണ് ജനറൽ സെക്രട്ടറിയുടെ നിലപാടിനെ തിരുത്തുന്നതിൽ കലാശിച്ചിരിക്കുന്നത്. ഇനി എന്തൊക്കെ മലക്കമറിച്ചിൽ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും നടത്തിയാലും NSS SNDP യോഗം ഐക്യം നടക്കില്ലെന്നത് എന്തായാലും വ്യക്തമാണ്. ഈ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിക്കേണ്ട ഒരു സാഹചര്യവും ഇപ്പോഴില്ലെന്ന് സുകുമാരൻ നായരുടെ മുഖത്ത് നോക്കി തന്നെ ഡയറക്ടർ ബോർഡിലെ ചില അംഗങ്ങൾ തുറന്നടിച്ചിട്ടുണ്ട്. പിന്നെ ഈ തീരുമാനത്തിന് മറ്റൊരു കാരണം വെള്ളാപ്പള്ളി നടേശന് കേന്ദ്ര സർക്കാർ പത്മഭൂഷൺ പുരസ്കാരം നൽകിയതാണ്. ഈ NSS നേതാക്കളെ മാറ്റി നിർത്തി SNDP യോഗം പ്രസിഡന്റിന് പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചതിലെ അനീതിയും NSS നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഇത് സംബന്ധമായ ചില സൂചനകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വിദ്വേഷ പ്രസംഗം നടത്തുന്ന വെള്ളാപ്പള്ളി പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹനല്ലെന്ന തരത്തിലുള്ള രൂക്ഷമായ പ്രതികരണമാണ് സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ നടക്കുന്നത്. ഇതും NSS നേതാക്കൾ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ ഐക്യത്തിന് ശ്രമിച്ചത് അബദ്ധമായി പോയി എന്ന് സുകുമാരൻ നായർ ഇപ്പോൾ പറയുന്നത് ഡയറക്ടർ ബോർഡിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയത് കൊണ്ട് തന്നെയാണ്. ഇടതുപക്ഷത്തിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ NSS SNDP യോഗം ജനറൽ സെക്രട്ടറിമാർ ചേർന്നെടുത്ത തീരുമാനം പൊളിക്കാനാണ് BJP നേതൃത്വം ഇടപെട്ട് വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ നൽകിച്ചിരുന്നത് എന്ന് സംശയിച്ചാൽ പോലും ഈ ഘട്ടത്തിൽ എന്തായാലും തെറ്റു പറയാൻ പറ്റില്ല. കാര്യം എന്തായാലും കൊട്ടിഘോഷിച്ച സമുദായ ഐക്യം പൊളിഞ്ഞ് പാളീസായി കഴിഞ്ഞിട്ടുണ്ട്. ഇതോടെ കോൺഗ്രസിനും BJPക്കുമാണ് ശരിക്കും വലിയൊരു ആശ്വാസമായിരിക്കുന്നത്.